ഇത് മാസ് മോട്ടോഴ്സിനാണ്. നമ്മുടെ യൂണിക്കോൺ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്തു. അതിനകത്ത് 1-2 ഒരു പ്രോബ്ലംസ് ഉണ്ട് വണ്ടിക്ക്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഓൾറെഡി സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം പെയിൻറ്റിങ്ങിൽ കയറിയാൽ തന്നെയാണ് നമുക്കത് ബാക്കിയത്തെ ടെസ്റ്റ് ഡേറ്റ് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കതൊന്നും ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. അതിനകത്തൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് മാറ്റുമ്പോണ്ടല്ലോ, കോൺസെപ്റ്റ് മാറ്റുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന കോണ് ഫുൾ ടൈറ്റ് ആവില്ല. കോൺമ ചെറിയതായിട്ട് ലൂസായി നിൽക്കുകയാണ്. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ഇതിന് കറക്റ്റ് ടൂളുണ്ട്. അതായത് യഥാർത്ഥത്തിൽ അത് അഴിച്ച് മാറ്റാനും റീസെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടൂളുകളുണ്ട്. ഇത് ആ ടൂളൊന്നും ഉപയോഗിക്കാണ്ട് വെറുതെ റാഡ് കമ്പി ചിറ്റിയിട്ട് അടിച്ച് ഈ ചേസിൻ്റെ ഈ പോർഷൻ ഓവലായി പോയേക്കണതാണ് ഈ കംപ്ലയിൻറ്റ്. നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ അത് ലെയ്ത്തിലൊക്കെ കൊടുത്ത് അത് അവിടെ ഇരുന്ന് നമ്മളത് ചെയ്ത് മേടിക്കണം. പക്ഷേ അത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് ഇല്ല. കാരണം എന്താ വെച്ചാൽ പെയിൻറ്റിങ്ങിൽ കയറി ഇറങ്ങണം. അടുത്ത ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ച നമുക്ക് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലത്തെ ഈ ഫോർക്കിൻ്റെ ഈ ടോപ്പിലത്തെ നട്ടുണ്ടല്ലോ, ഈ ബോൾട്ട് ഉണ്ടല്ലോ, ഈ ബോൾട്ടിൻ്റെ ത്രെഡ് ഇവിടെ കംപ്ലയിൻറ്റാണ്. ത്രെഡ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈറ്റ് ആവില്ല. അത് ഓൾറെഡി ഇങ്ങനെ ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും 100% നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം എന്താ വെച്ചാൽ അതങ്ങനെ ഫുൾ ടൈറ്റായി നിന്നാൽ തന്നെയാണ് കോണൊക്കെ നമുക്കൊരു അനക്കം ഷെയ്ക്ക് ഇല്ലാണ്ട് നിൽക്കുള്ളൂ. ഇവിടെയും ഔട്ടർ ലൂസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഓടുമ്പോഴത്തേക്കും ഫ്രണ്ട് കോൺ ചെറുതായിട്ട് വീണ്ടും ലൂസ് കാണിക്കാനായിട്ട് തുടങ്ങും. കാരണം ഇവിടെ ഓൾറെഡി ടൈറ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രിഡ്ജ് ടോപ്പ് മേടിച്ച് മാറ്റാവുന്നുള്ളൂ. ഇച്ചിരി എക്സ്പെൻസാണ്. ഏകദേശം ഒരു 1000 രൂപ 1000 ചില്ലാൻ്റെ അങ്ങോട്ട് വരും ഈ പീസിന്. അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്ത് നമ്മളത് ത്രെഡ് കയറണം. ലെയ്ത്തിൽ കൊടുത്ത് ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാലും റിസ്ക്കാണ്. മാറ്റണതാണ് ഏറ്റവും സേഫ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചേസിൻ്റെ പോർഷനും നമ്മൾ ലെയ്ത്തിൽ ഇരുന്ന് നമ്മളത് ചെയ്ത് മേടിക്കണം. കാരണം കോൺ കറക്റ്റ് സീറ്റിങ്ങിൽ ടൈറ്റായിട്ട് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ ഷെയ്ക്ക് വരാൻ പാടില്ല. ആ ഷെയ്ക്ക് വരുമ്പോൾ നമ്മൾ ഗട്ടർ ചാടുമ്പോൾ ഇവിടെ ഫോർക്കിനകത്തും ചെറിയ വേരിയേഷൻസ് കാണിക്കും. ചെറിയൊരു അടി പോലെ കാണിക്കും. അങ്ങനെ ചെറിയൊരു പ്രോബ്ലംസ് കാണിക്കും കേട്ടോ. നിലവിൽ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ടൈമില്ല. സമയമില്ലാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നം കേട്ടോ. അതുകൊണ്ട് തൽക്കാലം കംപ്ലയിൻറ്റ് അറിഞ്ഞിരിക്കുക. എന്നെ പോലെ ഒരു കേസ് ഉണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യുന്ന സമയത്ത് അതും കൂടി ക്ലിയർ ചെയ്താലാണ് 100% ഫ്രണ്ടിലത്തെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവായി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കോൺസെപ്റ്റ് ഇപ്പോൾ മാറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ലൂസാവാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് കണക്ക് കൂട്ടരുത്. അതിങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അത് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നത്. അതില്ലാതെ ആക്കിയാലാണ് 100% പെർഫെക്ഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നോർമൽ വെച്ചാൽ മതി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു സമയം അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ.